നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22. പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്. പ്ലേറ്റ് സെപ്പറേഷൻ 5 mm ആണ്. ചാർജ്ഡ് ബൈ എ ബാറ്ററി. Then it is found that introducing a dielectric sheet of thickness 2 mm while keeping the battery connection intact. സെയിം ബാറ്ററി വെച്ചിട്ട് ഈ പ്ലേറ്റിൻ്റെ ഇടയിലേക്ക് ഒരു ഡൈലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഡൈലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റൻസ് മാറും. അപ്പോൾ അയാൾക്ക് ക്യാരി ചെയ്യാവുന്ന ചാർജും മാറും. 25% മോർ ചാർജ് അയാൾ നേരത്തേക്കാൾ കൂടുതൽ എടുക്കാൻ പറ്റി. എങ്കിൽ കെ എന്താണെന്നാണ് ചോദ്യം. അപ്പം ആദ്യത്തെ കേസിലെ ക്യൂ എന്ന് പറയുന്നത് CV ആണല്ലോ. Q = CV. ആദ്യത്തെ കേസിലെ C ε0 A/D × V. ഇതാണ് Q1. എന്നാൽ അടുത്ത കേസിൽ C ε0 A/D അല്ല. കാരണം ഒരു ഡൈലക്ട്രിക് വെച്ചാൽ ε0 A/D - T ഭാഗത്തായി പെയർ ഉള്ളത്, പ്ലസ് അതിൻ്റെ എയർ ഇക്വലൻ്റ് ഐഡിയ T/K കൂടി കൊടുക്കണം. അതായത് വെച്ച ആളുടെ തിക്നെസ് ബൈ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് K. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കേണ്ടതാണ്. അതായത് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, അതിൻ്റെ തിക്നെസ് D ആണ്, പ്ലേറ്റുകൾക്കുള്ള ഡിസ്റ്റൻസ് D ആണ്. ഒരു K ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉള്ള ആൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അയാളുടെ തിക്നെസ് സ്മോൾ t ആണ്. എങ്കിൽ പുതിയ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ε0 A/D - T + T/K. നേരത്തെ ε0 A/D ആയിരുന്നു, അത് മാറി. ഇപ്പോൾ പുതിയ കപ്പാസിറ്റൻസ് കിട്ടി. നോക്കൂ, ആ പുതിയ കപ്പാസിറ്റൻസ് വെച്ചാണ് നമ്മൾ ഇനി ചാർജ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് × V മാറ്റിയിട്ടില്ല. ക്വസ്റ്റ്യൻ പറയാണ്, ഈ പറയപ്പെട്ട Q2 ഉണ്ടല്ലോ, ഏതാ Q2? അടുത്ത കേസിലെ ε0 A/D - T + T/K. അത് 25% അധികമാണ് ഒന്നാമത്തേനേക്കാൾ. ഒന്നാമത്തേത് ε0 A/D × V ആണ്. അതിൻ്റെ 25% അധികം എന്ന് പറഞ്ഞാൽ 1.25. 50% പറഞ്ഞാൽ 1.5. 100% പറഞ്ഞാൽ ഇരട്ടിയാണ്. ഇവിടെ 0.25 ആണ് 1ലേക്ക് ആഡ് ചെയ്യുന്ന ഫ്രാക്ഷൻ. 25% കൂടുതലാണ്. ആരെക്കാൾ 25% കൂടുതൽ? ε0 A/D × V. അപ്പോൾ ഇതാണ് ആദ്യത്തെ ചാർജ്. അതിനേക്കാൾ 25% കൂടുതലെന്ന് പറഞ്ഞാൽ 1.25 ടൈംസ് ആണ് ഇയാളുടെ. 1.25 ടൈംസ് ആണ് ഇയാൾ. ε0 A/D - T + T/K × V ഉണ്ട് രണ്ട് സൈഡിലും. ആ വിയും V ഒക്കെ കട്ട് ചെയ്ത് പോയി. ε0 കട്ട് ചെയ്ത് പോയി. D - T, D 5 ആണ്, T 2 ആണ്. അപ്പോൾ 1/3 + 2/K, T 2 ആണ്, ഈക്വൽ ടു 1.25 × 1.25 ഡിവൈഡഡ് ബൈ D. D എത്രയാണ്? 5 ആണ്. റെഡി അല്ലേ? അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ K ആണ് കണ്ടെത്തേണ്ടത്. വേറെ പരിപാടികളൊന്നുമില്ല, വളരെ പെട്ടെന്ന് ആൻസർ കിട്ടേണ്ടതാണ്. നമുക്ക് ആ 5നെ ഇപ്പുറത്തേക്ക് എടുക്കാം. 5 = 1.25 × 3 + 2/K. സോ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 1.25 എന്ന് പറഞ്ഞാൽ 1.25 ആണ്. 1.25 എന്ന് പറഞ്ഞാൽ 5/4 ആണ്. 5/4 × 3 + 2/K. 5ഉം 5 വെട്ടിപ്പോയി. അപ്പോൾ ഇപ്പുറത്ത് 4 വരും. 4 - 3 = 2/K. അപ്പം ഈസി. 4 - 3 1 ആണ്. K പുറത്തേക്ക് കയറിയ K = 2. നല്ല ചോദ്യമാണ്. ആ 25% അധികം എന്നുള്ളത് എടുക്കാൻ അറിയുന്ന ആൾക്കും അതുപോലെ തന്നെ ഈ ഐഡിയ ഉള്ള ആൾക്കുമാണ് ഈ ചോദ്യം വളരെ പെട്ടെന്ന് ചെയ്യാനാകുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിലേഷൻ ആണ്, ഓർത്ത് വെക്കണം.